അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 28 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. എണ്ണ ടാങ്കറുകൾ, കണ്ടെയ്നർ കപ്പലുകൾ, മറ്റ് വാണിജ്യ കപ്പലുകൾ എന്നിവ IRGC നാവികസേനയുടെ ഏകോപനത്തിലും സുരക്ഷയിലും കടലിടുക്കിലൂടെ പോയെന്ന് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. IRGCയിൽ നിന്ന് മുൻകൂട്ടി അനുമതി നേടിയ ശേഷമാണ് കപ്പലുകൾക്ക് ഗതാഗതം അനുവദിച്ചതെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയായ IRIB വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണങ്ങൾ ഇല്ലാതെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ കടന്നുപോകൽ ഇറാൻ ദൃഢതയോടും അധികാരത്തോടും കൂടി നടത്തുന്നുണ്ടെന്ന് IRGC കൂട്ടിച്ചേർത്തു. ഹോർമൂസ് നിയന്ത്രിക്കാൻ ഇറാൻ ആരംഭിച്ച പുതിയ സംവിധാനത്തിന്റെ നേട്ടമായി ഇതിനെ കണക്കാക്കപ്പെടുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഹോർമൂസ് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ജലപാതയാണ്. അമേരിക്കൻ ഭീകര സൈന്യത്തിന്റെ ആക്രമണവും ദുഷ്ടതകളുമാണ് ഇക്കാലത്ത് അതിന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ കടന്നുപോകൽ ഉറപ്പാക്കുന്നതിന് ഹോർമൂസ് കടലിടുക്കിൽ ബുദ്ധിപരമായ നിയന്ത്രണം ദൃഢതയോടും അധികാരത്തോടും കൂടി നടത്തുന്നുണ്ടെന്ന് IRGC കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം 20 കപ്പലുകൾ സേനയുടെ ഏകോപനത്തോടെ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ കടന്നുപോയതായി IRGC നാവികസേനയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസ് സ്ഥിരീകരിച്ചു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി ഇറാൻ അവതരിപ്പിച്ച പുതിയ സംവിധാനമാണ് പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി. കപ്പലുകളുടെ സുഗമമായ കടന്നുപോക്കും സുരക്ഷയും നൽകുന്ന സംവിധാനമാണത്. കഴിഞ്ഞ മാസം ആദ്യവാരമാണ് ഹോർമൂസിൽ പുതിയ സംവിധാനം ഇറാൻ നടപ്പിലാക്കുന്നത്. PGSAയുടെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഇറാന്റെ ആദ്യത്തെ സ്ഥിരീകരണമാണിത്. അതേസമയം പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഉന്നത സുരക്ഷാ സ്ഥാപനമായ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആവർത്തിച്ചു. എക്സിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ഇറാൻ ഇടപെടലുകൾക്കെതിരെ കടുത്ത നടപടിയുമായി അമേരിക്ക നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ പേർഷ്യൻ ഗൾഫ് ഷിപ്പിംഗ് ഫ്ലീറ്റ് അതോറിറ്റിക്ക് മേൽ US ഭരണകൂടം ഔദ്യോഗികമായി ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനും അതിലൂടെ ലഭിക്കുന്ന വരുമാനം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കൈമാറാനും ടെഹ്റാൻ ഈ പൊതു സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നാരോപിച്ചാണ് USന്റെ അടിയന്തര നടപടി. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും കപ്പലുകൾ കടന്നു പോകുന്നുണ്ട് എന്നുമാണ് ഇറാന്റെ പക്ഷം. അതേസമയം US നാവിക ഉപരോധം ലംഘിച്ച് ഇറാനിലെ തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു. ഗാംബിയൻ പതാക വഹിച്ച ലിയാൻ സ്റ്റാർ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് ആക്രമണം ഉണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങുകയായിരുന്ന കപ്പലിന്റെ എഞ്ചിൻ റൂമിലാണ് മിസൈൽ പതിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. സൈനിക നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് കപ്പലിന് 20-ലധികം തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.